ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു പാസ്ത നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഒരു ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് ഈ ഒരു ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ടേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാംസ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ ഒരു 2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതിരിക്കുക, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഇനി ആ ഒരു വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആ ഒരു പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 7-8 മിനിറ്റൊക്കെ വെച്ചൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഫുള്ളായിട്ട് വേവണ്ട, അതായത് ഒരു 80% മാത്രം വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ പാസ്ത ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ അരിച്ചിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചെറുതായിട്ട്. ഇനി അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ആ ഒരു ചിക്കൻ ക്യൂബ്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. അപ്പോൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു ചെറിയ കൂട് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാള, ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചില്ലി ചിക്കനൊക്കെ അരിയുന്ന പോലെയുള്ള രീതിയിലാണ് ഈ ഒരു സവാള കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കുറച്ച് ക്യാരറ്റ്, അതുപോലെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ഇട്ടാൽ മതി, കാരണം എല്ലാത്തിലും നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഫ്രൈയിലായാലും ഈ ഒരു മക്രോണിയിലായാലും ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ടിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക്, അതായത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല ഈ ഒരു പാസ്തയുടെ എല്ലാ രീതിയിലും എത്തുന്ന രീതിയിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഗീ അല്ലെങ്കിൽ ബട്ടർ 2-3 സ്പൂണ് ഗീ അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗീ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്യാം. മൈദ കരിഞ്ഞു പോകാത്ത രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽ നമ്മൾ 250 ഗ്രാംസ് പാസ്തയ്ക്ക് 1.5 കപ്പ് പാലാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ മുഴുവനായിട്ട് ഒഴിക്കാതെ കുറച്ചായിട്ട് ആ ഒരു മെലിയുടെ കട്ട പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ആ ഒരു മൈദയുടെ മിക്സൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ആ ഒരു മൈദയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ എക്സ്ട്രാ മുളക് പൊടിയോ വേറൊരു മസാലപ്പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. കുരുമുളക് പൊടിയും ഈ ഒരു
ക്രഷ് ആയി വെച്ചിട്ടുള്ള വറ്റൽമുളക് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാസ്തയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാസ്ത മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ടെടുക്കണം. ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ലോണം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ക്രീമി ജ്യൂസി പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ആ ഒരു ചീസും കൂടി ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ചീസ് ആഡ് ചെയ്യുന്നില്ല. അതായത് വീട്ടിലുണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയൊരു പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.